പോകാമെന്നൊക്കെ. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ പുള്ളിയുടെ ഫോണിലെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആ കുട്ടിയെ ഫോട്ടോ എടുക്കുകയാണ്. 2-3 ഫോട്ടോ തന്നെ എടുക്കുക. അടിപൊളി, എന്ത് രസം. ഇപ്പം ഈ ഫാഷൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ ആളായിരിക്കും. 50 വയസ്സുണ്ടായി പോയി കാണും. അയാളുടെ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. അന്ന് ഈ പറയുന്ന പോട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യൂ, ഫോട്ടോ എടുക്കൂ, ഇല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ലല്ലോ. പാവം പിടിച്ച 50 വയസ്സുകാരൻ ചിലപ്പോൾ അങ്ങനെ എടുത്തതായിരിക്കാം. സൗന്ദര്യമുള്ളൊരു കുട്ടിയെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു. പക്ഷേ ഇതിന് മലയാളത്തിൽ കഴപ്പെന്നല്ലേ പറയേണ്ടത്. ഫാം ഓഫ് നന്ദൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ ഒരു പെൺകുട്ടിയിട്ട വീഡിയോ, യൂട്യൂബ് ചാനലാണ്, അതിനകത്തിട്ടൊരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പ് എനിക്ക് ഒരാൾ അയച്ചു തന്നു. അതിൽ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി ഇങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു പെൺകുട്ടി വന്നിരിക്കുന്നുണ്ട് സിംഗിൾ സീറ്റിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു 10-50 വയസ്സ് പ്രായമുള്ള ഒരാൾ, ഒരു തൈക്കളവൻ വന്നിരിക്കുന്നു. എന്നിട്ട് അയാൾ ചെയ്ത കുറച്ച് കോലാഹല പരിപാടികൾ ട്രെയിനകത്ത് വെച്ച് പല പെൺകുട്ടികൾക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. കാരണം എൻ്റെ പെങ്ങൾ സഹിതം ട്രെയിനിൽ പോയിട്ടുള്ളപ്പോൾ അവൾക്കും ഇതുപോലെ ബസ്സിലൊക്കെ വെച്ചിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടി ധൈര്യത്തോടെ പ്രതികരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് ആ വീഡിയോ എടുത്ത് തന്നെ ഒന്ന് പ്രതികരിച്ച് നോക്കണം. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് ഫാം ഓഫ് നന്ദൂട്ടി എന്ന് പറയുന്ന ആ ഒരു പേജിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ഞാനിത് കുറച്ച് ദിവസം മുമ്പേ എനിക്ക് വീഡിയോ സെൻഡ് ചെയ്ത് ഒരാൾ തന്നതൊന്ന് പ്രതികരിക്കണമെന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് കുറച്ച് തിരക്കായിട്ട് പറ്റിയില്ല. പല ചാനലുകളും നിങ്ങളിത് കണ്ടു കാണും. ഇത് എൻ്റെ ഭാഗമാണ് ഇതിനകത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആണെന്നോ പെണ്ണെന്നൊന്നുമില്ല ധൈര്യത്തിന്. നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അത് നമ്മൾ സമൂഹത്തിൽ മറ്റാരും ചില സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാനൊന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ ജാഗരൂകരായി ഏത് നിമിഷവും നിൽക്കുക. എവിടെയും നമുക്ക് പതിയിരിക്കുന്ന കുറച്ച് അപകടങ്ങളുണ്ട്. അത് മനസ്സിലാക്കി തരാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. തൊട്ടടുത്ത ഓപ്പോസിറ്റ് സീറ്റിൽ നമ്മൾ സിംഗിൾ സീറ്റില്ലേ, അങ്ങനെ വരുന്നൊരു സീറ്റിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ നമ്മുടെ നാട്ടുകാരിയല്ല, തൃശ്ശൂരുകാരിയാണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പുനലൂർ ആണ് വീട്. അപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് തൻ്റെ വീട്ടിലോട്ട് പോയതാണ്. ആൾ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ പുള്ളിക്കാരി ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സിംഗിൾ സീറ്റിൽ ഒരു പ്രായം നോക്കി എങ്ങനെ ഒരു 10-50 വയസ്സിന് മേലെ വരും, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ. പുള്ളിക്കാരൻ എന്നൊക്കെ പറയാം, ആ കുട്ടിയുടെ ഒരു അച്ഛൻ്റെ പ്രായമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ പ്രായമുണ്ട്. ആ ബ്ലർ ചെയ്ത ഫോട്ടോ കാണിച്ചേക്കുന്നത് ഞാനല്ല ബ്ലർ ചെയ്തേക്കുന്നത്, ആ പെൺകുട്ടി അതിനകത്ത് ഇട്ടേക്കുന്നത് ബ്ലർ ചെയ്താണ്. എന്തായാലും കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റുകാരനാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ല. മാത്രമല്ല എന്തെങ്കിലും രോഗത്തിൻ്റെ ഭാഗമാണോ എന്ന് അറിയത്തില്ല. ഇതെന്നാലും നല്ല രോഗമാണ് കേട്ടോ. അത് രോഗമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ, അതായത് രോഗമായിരിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നൊരു കാര്യം ഇതിനകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. എനിക്ക് തോന്നാൻ രോഗമല്ല, ഇതൊരു ഞരമ്പ് രോഗമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കതിനകത്തേക്ക് പോകാം. ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഓപ്പോസിറ്റ് സീറ്റിൽ. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, അവിടെ ആരും ഇല്ല. അപ്പോൾ പറഞ്ഞാൽ ഇരുന്നോട്ടേന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ ഇരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ കണ്ടതല്ല, ഞാൻ കണ്ടില്ല. ആ കുട്ടി എന്നെ പറഞ്ഞത്, ചേച്ചി ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ കത്തി. പക്ഷേ അത് എന്താ പറയുക, ചിലപ്പോൾ ടോർച്ച് തെളിഞ്ഞതായിരിക്കാം. ഒരു 50 വയസ്സുള്ള മനുഷ്യൻ, തൈക്കളവൻ, അയാൾക്ക് ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ അങ്ങനെ ഒരു ടോർച്ച് പോലെ കോൾ വന്നപ്പോൾ ചിലപ്പോൾ മിന്നി കളിച്ചതായിരിക്കാം എന്ന് നമ്മൾ പലരും വിചാരിക്കും. പക്ഷേ അതല്ല സത്യം. അതെന്താണെന്ന് ഇപ്പോൾ കേൾക്കാം. ചിലപ്പം വാങ്ങിയേണ്ട അറിയാതെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആയതായിരിക്കും എന്നുള്ളൊരു ആ കുട്ടിയും വലിയ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ആ കുട്ടി അത് ശ്രദ്ധിച്ചു, വലിയ കാര്യമായിക്കില്ല, അതങ്ങ് വിട്ടു. ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് യാത്രയാക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ എടുക്കുന്നത് വരെ എൻ്റെ ചേട്ടൻ അടുത്തുണ്ടായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും അകത്തുനിന്നിരുന്നു. കാരണം കുഞ്ഞിൻ്റെ അടുത്ത് കളിച്ച് ട്രെയിൻ എടുക്കുന്നവരെ അവളോട് സംസാരിച്ചിട്ട് ഇവരെല്ലാവരും ഇറങ്ങിപ്പോയിരുന്നു. അപ്പോഴത്തേക്കും ചേട്ടൻ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ജനലിൻ്റെ അവിടെ അപ്പുറത്തെ സൈഡാണ് ഈ സംഭവം. ഞങ്ങൾ ഈ സൈഡ് ഇരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കും അവിടെ നിന്നിട്ട് പോവാന്നൊക്കെ. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ പുള്ളിയുടെ ഫോണിലെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആ കുട്ടിയെ ഫോട്ടോ എടുക്കുകയാണ്. 2-3 ഫോട്ടോ തന്നെ എടുക്കുക. അടിപൊളി, എന്ത് രസം. ഇപ്പം ഈ ഫാഷൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ ആളായിരിക്കും. 50 വയസ്സുണ്ടായി പോയി കാണും. അയാളുടെ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. അന്ന് ഈ പറയുന്ന പോട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യൂ, ഫോട്ടോ എടുക്കൂ, ഇല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ലല്ലോ. പാവം പിടിച്ച 50 വയസ്സുകാരൻ ചിലപ്പോൾ അങ്ങനെ എടുത്തതായിരിക്കാം. സൗന്ദര്യമുള്ളൊരു കുട്ടിയെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു. പക്ഷേ ഇതിന് മലയാളത്തിൽ കഴപ്പെന്നല്ലേ പറയേണ്ടത്. ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചല്ലേ എടുക്കുന്നത്. ഇത് അപ്പുറത്തിരിക്കുന്നൊരു പെൺകുട്ടിയെ ഒരു നാണവും മാനവും ഇല്ലാതെ 50 വയസ്സുള്ള മോളുടെ പ്രായമുള്ള ഒരാൾ, 50 വയസ്സുണ്ടേക്കും, മോളുടെ പ്രായം കാണും പെൺകുച്ചിന്, അതിൻ്റെ അടുത്ത് വിടുന്നുണ്ട് 3-4 ഫോട്ടോ അങ്ങ് എടുക്കുക. ആ പെൺകുച്ചിൻ്റെ മാത്രം ഫോട്ടോ ഒന്നും എടുത്ത് ഞാൻ പറഞ്ഞ് ഇതൊരു രോഗമല്ല എന്ന് മനസ്സിലാക്കാനുള്ള കാരണം ആ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ മനസ്സിലാവും. നമുക്കിത് വിചാരിക്കുന്നത് തോന്നലാണ്, ഫോട്ടോ ചിലപ്പോൾ അറിയാതെ എടുത്തതായിരിക്കാം എന്നൊക്കെ തോന്നും. പക്ഷേ അത് അങ്ങനല്ല. ഇത് എവിടെ വരെ പോയി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എടുത്തിരുന്ന സീറ്റിൽ ചേച്ചി എല്ലാവരും പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ എന്തായാലും അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നുള്ളത് തന്നെ. പിന്നെ നമ്മളിരുന്ന ആ ഒരു ബോഗിയിൽ 2-3 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു ഇതുപോലെ പെൺപിള്ളേരുടെ ഫോട്ടോ എടുക്കുവാണ്, പുള്ളി ഒന്ന് ശ്രദ്ധിച്ചോളം പറഞ്ഞു. അപ്പം തന്നെ എല്ലാവരും കൂടെ വന്നു, ഫോൺ എടുത്ത് ചേട്ടനൊക്കെ ആയിട്ട് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. 3 ഫോട്ടോ ഒന്നും എടുത്തായിരുന്നു, ഡിലീറ്റ് ചെയ്തിട്ട് അത് മറ്റേ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ അകത്തൊരു ഗാലറി വന്ന് നടക്കൂലേ, അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഗാലറി നോക്കിയപ്പോൾ മൊത്തം ഇതുപോലെ പെൺപിള്ളേരുടെ ഫോട്ടോ ആയിരുന്നു പുള്ളിയുടെ. കണ്ട ഗാലറി മൊത്തം പെമ്പിള്ളാരുടെ ഫോട്ടോ. നമുക്ക് വിചാരിക്കാം അയാൾക്ക് മാനസിക രോഗം കൊണ്ട് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്തെന്ന്. പക്ഷേ ഈ കാണുന്ന പെമ്പിള്ളാരെല്ലാം ഫോട്ടോ എടുക്കുന്ന ഇയാൾ എന്തോന്നുണ്ട്, ഈ പെമ്പിള്ളാരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ നടക്കുന്നു. അതല്ല ഇയാൾ എന്തോ ഇത് പെമ്പിള്ളാർ മഹാസമ്മേളനത്തിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർ ചലഞ്ച് നടത്തുന്നു. അതായത് പെമ്പിള്ളാരറിയാതെ അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലാണ് കയറാൻ പോകുന്നു. കളവൻ
നാണവും കൂസലും ഇല്ലാതെ നിന്നിട്ട് പെമ്പിള്ളാരെ ഫോട്ടോ എടുക്കുന്നു. എന്നാൽ മാന്യമായിട്ട് പോയി ചോദിക്കണം, ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ. അപ്പോൾ പെമ്പിള്ളാർ മോണയ്ക്ക് കുത്തു തരും, അത് മേടിച്ചുകൊണ്ട് പോകണം. ഇതാണ് വേണ്ടത്. ഇവനാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനൊന്നും കൊടുക്കരുത് ദയവ് ചെയ്തിട്ട്. ആ കക്കൂസിനകത്തോട്ടൊന്നും കയറ്റി കുറച്ച് നേരം നിർത്തണം ട്രെയിനകത്തെ. അതാണ് വേണ്ടത്. ഓടുന്നുണ്ട്, താളം പിടിക്കും. കറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അടുത്ത ആവണീശ്വരം അടുത്ത സ്റ്റേഷനിൽ വെച്ച് ഇയാൾ ഇറങ്ങി ഓടാൻ പോയി. ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എടാ എന്താ പൊന്നു മോനെ, പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കരുത്. ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്നത് പോലെ അവിടെ ഓടാതെ നിന്ന് അടി മേടിക്കാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. ഇത് ഓടാതെ നിന്ന് അടിയും മേടിച്ചില്ല. പെങ്കൊച്ച് പിടിച്ച് ആളുകൾ വന്ന് പിടിച്ചെന്നറിഞ്ഞപ്പോഴത്തേക്കിനും കണ്ടം വഴി ഓടി രക്ഷപ്പെടുന്നോ? അതുമില്ല. നൈസായിട്ട് പിടിച്ചോണ്ടെങ്കിൽ വരികയും ചെയ്യും, പോലീസുകാർ കൊണ്ടുപോയി. ഇത് ഞാൻ തെളിവായിട്ട് കാണിച്ചു തരാം. പുള്ളി ഇറങ്ങി ഓടാൻ പോയി. ഈ പെൺകുട്ടി സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി നല്ല ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. പിന്നെ അവളുടെ ബാഗും എല്ലാം എടുത്തിട്ട് അയാളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഓടി. അതിന് സമ്മതിക്കണം. പെൺപിള്ളേർ, അങ്ങനത്തുള്ള പെൺപിള്ളേരും ആൺപിള്ളേരും വേണം. എണ്ണെന്നോ ആണെന്നോ ട്രാൻസ്ജെൻഡറൊന്നും ഇല്ല. നമ്മൾ നമ്മുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇറങ്ങി തിരിക്കണം. ചിലർ വിചാരിക്കും അയ്യോ എന്ത് വിചാരിക്കും. ചിലവന്മാർ ബസ്സിനകത്ത് ബസ്സിനകത്ത് ജാക്കി വെക്കാൻ പറ്റും. എൻ്റെ പെങ്ങൾ സഹിതം പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒരുമാതിരി നോട്ടം ഇങ്ങനെ നോക്കുമെന്ന്. അപ്പോൾ മോനെ വിളിച്ച് മോണയ്ക്ക് കുത്തു കൊടുക്കണം. അപ്പോൾ പറയും നീ എന്തിനാ പെണ്ണ് പ്രതികരിക്കരുത്, അവനങ്ങനെയൊക്കെ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് പോടാപ്പില്ലെന്ന് പറയുന്നതിൻ്റെ അടുത്തും പറയണം. അല്ലാതെ പെണ്ണെന്നോ ആണെന്നൊന്നുമില്ല. നമുക്കെതിരെ എവിടെ അനീതി കാണുന്നു അതിൽ നമ്മൾ രണ്ടുപേരും ഉറപ്പിക്കണം അത് അനീതിയാണെന്ന് തോന്നുന്നു. ചിലർക്ക് ചിലപ്പോൾ ജന്മനാ സാധനം പൊങ്ങിയിരിക്കുമായിരിക്കും, അത് ജാക്കിയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് ചില സിറ്റുവേഷൻ അറിയാമല്ലോ. അങ്ങനെ ഉള്ള ആളുകൾ അവിടെ മൂലയ്ക്ക് മാറിയിരിക്കും, നമുക്ക് ശല്യമൊന്നുമില്ല, അവരങ്ങനെ പൊങ്ങിയിരിക്കും. പക്ഷെ നമ്മളെടുത്ത് വന്ന് നിന്നിട്ട് മുട്ടിച്ച് ജാക്കി വെക്കാൻ നോക്കുന്നു. ജാക്കി എന്തോ നിങ്ങൾക്ക് അറിയാമല്ലോ, ജാക്കി വെക്കാൻ നോക്കുന്നു. അതേപോലെ വന്ന് നിന്നിട്ട് എന്നൊക്കെ കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഇങ്ങനെ അതിൻ്റെ എന്തുവാ ഈ ട്രെയിനിൻ്റെ ബസ്സിൻ്റെ കമ്പിക്കകത്ത് ഇങ്ങനെയൊക്കെ കമ്പിയിലൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഇപ്പം മന്നാരെ മോനെ നിൻ്റെ വീട്ടിൽ പോയി ഉണ്ടാക്കടാന്ന് അവിടെ വെച്ച് ചോദിക്കണം. ഏതവന്മാരാണെങ്കിലും അടപടലം മൂഞ്ചി പോകും. ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. എന്തായാലും പെമ്പിള്ളേർ ഇങ്ങനെ ധൈര്യത്തോടെ വരട്ടെ. എല്ലാ സ്ത്രീകൾക്കും ഞാനിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, എല്ലാ പുരുഷന്മാർക്കും ഞാനിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. എന്താണെന്നറിയാമല്ലോ, തെളിയാണ്ട് അവൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആള് ഇറങ്ങി ഓടി അയാളെ പിടിക്കാൻ വേണ്ടി ആ ബോഗിൽ നിന്ന് 2-3 പിള്ളേരുണ്ടായിരുന്നു. ഇറങ്ങി ഓടി അയാളെ പിടിച്ച് ആ ബോഗിൽ തന്നെ കയറ്റി ഇരുത്തി. പോലീസ് വന്നു. ആളിയനാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അണ്ണൻ ഓടിപ്പോയി, അവർ പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ പോലീസ് കൈകാര്യമാക്കിയെല്ലാം ചിലപ്പം എന്തെങ്കിലും പോലീസ് കൊടുത്ത് വിട്ട് കാണും. അതവിടെ തീരത്തുള്ളൂ. അപ്പോൾ ഇനി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ അതുകൂടെ വെക്കാം. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ആളുകളുണ്ട്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഞരമ്പ് ആളുകളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുകിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഇവർക്ക്, അത് അറിഞ്ഞ് ചികിത്സ കൊടുക്കണം. കൃത്യമായ സമയത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ 50 വയസ്സിലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇവർക്ക് മക്കൾ കാണുമായിരിക്കാം, അവരുടെയും പല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുന്നത് ആർക്കറിയാം. ചിലരൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിനകത്താണ് എടുക്കുന്നത്. ചിലരൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന ടോയ്ലറ്റിൽ നിൽക്കുന്നവരുണ്ട്. ആ ടോയ്ലറ്റിൽ നിൽക്കുന്നവരല്ല, ഹോട്ടലിലൊക്കെ നിൽക്കുന്നത്. അവർക്ക് ടോയ്ലറ്റിനകത്ത് കയറുന്നവർ ഫോട്ടോ എടുക്കുന്ന ഒരു വികാരമാണ്. അവരിരുന്ന് ഇടുന്നൊക്കെ എടുക്കാനായിരിക്കും ഈ ടോയ്ലറ്റിൽ കൊണ്ട് ക്യാമറ വെക്കുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അവസാനം അവൻ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന സീനുകളുണ്ട്, അതും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇട്ട ഈ പെൺകുട്ടിക്കും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ധൈര്യത്തിന് മുന്നിൽ വീഡിയോ ധൈര്യത്തോടെ വന്ന് പറഞ്ഞല്ലോ. ആ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിക്കെല്ലാം ഒരു ക്ലാപ്പ് കൊടുക്കുന്നു. ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അദ്ദേഹം അത് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന്. അദ്ദേഹം ഉടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിനും വലിയൊരു ക്ലാപ്പ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ചെയ്യാനിരിക്കുന്ന ചില ഞരമ്പുകൾക്ക് അതൊരു താക്കീതാവും. അപ്പോൾ താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം കൂടെ കണ്ടിട്ട് നിങ്ങൾ പോകാവുള്ളൂ കേട്ടോ, എന്നാലേ അതിനൊന്ന് പൂർണ്ണമാകത്തുള്ളൂ. അവർ അസ്ത്രം വിട്ടുപോലെ അയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞു കേട്ടോ. പെങ്കൊച്ച് പാവം ബാക്കിൽ നിന്ന് പോവാണ്. എന്ത് പറയാനെന്ന് നമ്മളിവിടെ നിന്ന് പോലീസിന് വിളിച്ച കാര്യം പറഞ്ഞൊക്കെ പുള്ളി കേട്ട്. എന്തായാലും It's me, Altwaf, signing out.